ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശോഭന തെരഞ്ഞെടുപ്പ് പ്രചരണം നിർത്തി. അതിന് കാരണം മോഹൻലാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കും, മോഹൻലാൽ എന്താ BJPക്ക് എതിരാണോ, ഇടതുപക്ഷത്തിന് അനുകൂലമാണോ, അതോ UDFന് അനുകൂലമാണോ എന്നൊരു ചോദ്യം വരും. കാരണം തിരുവനന്തപുരത്താണ് ശോഭന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയത്. അവിടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയാണ് പ്രചരണം നടത്തിയത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അനിഷേധ്യ നേതാവാണ്. അതേസമയം കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളിൽ ഒരാളായ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ ശശി തരൂർ വീണ്ടും മത്സരിക്കുകയാണ്. ശശി തരൂർ മുമ്പ് പറഞ്ഞിരുന്നു ശോഭന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. അങ്ങനെയുള്ള ബെസ്റ്റ് ഫ്രണ്ട് ശശി തരൂരിനെതിരെ പ്രചരണം നടത്താൻ വരുമോ എന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു. ശശി തരൂരിനെയും ശോഭനയെയും മറ്റും ഇഷ്ടപ്പെടുന്ന പലരും ചോദിച്ചത് എന്തിന്? ശോഭന നല്ല കലാകാരിയാണ്, നല്ല നടിയാണ്, നല്ല നർത്തകിയാണ്. എന്തിനാണ് വെറുതെ തരം താണ രീതിയിൽ രാഷ്ട്രീയം കളിച്ച് ഇമേജ് നഷ്ടപ്പെടുത്തുന്നതെന്ന് പല കേന്ദ്രങ്ങളിൽ നിന്നും ചോദ്യമുണ്ടായി. പക്ഷേ ശശി തരൂരിനെ എതിർക്കേണ്ടതിൻ്റെ കാരണം ശോഭനയ്ക്കും മറ്റു ചിലർക്കും മാത്രം അറിയാവുന്ന രഹസ്യമാണ്. ആ വിചാരങ്ങൾ മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയത്. പക്ഷേ തുടർന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്കും ശോഭനയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റു ജില്ലകളിൽ, അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നു. സുരേഷ് ഗോപിയും ശോഭനയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളവരാണെന്ന് അറിയിക്കണം. അവിടെ നിന്ന് മാത്രമല്ല, കൊല്ലത്ത് BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട്, കൃഷ്ണകുമാറിന് പോകുന്നു. അങ്ങനെ പല കേന്ദ്രങ്ങളിലും ഈ ശോഭനയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുപോകാൻ പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. അതിന് കാരണം മോഹൻലാലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ അതങ്ങനെ ആവാൻ വഴിയില്ല. കാരണം മോഹൻലാൽ തൻ്റെ രാഷ്ട്രീയ രഹസ്യം പുറത്തു വിടാത്ത ഒരു മാന്യദേഹമാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഇതുവരെ രാഷ്ട്രീയ പ്രചരണം നടത്താത്ത നടനാണെന്ന് ആലോചിക്കണം. ബുദ്ധിപരമായി കളിക്കുന്ന മോഹൻലാൽ അങ്ങനെ പ്രത്യക്ഷപരമായിട്ട് ശോഭനയോട് ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാൻ പാടില്ല എന്ന് പറയുകയില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. പിന്നെ എന്താണ് സംഭവിച്ചത്? വളരെ സില്ലിയായിട്ടുള്ള കാര്യം. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി സിനിമ വരുന്നു. അത് സംവിധാനം ചെയ്യുന്നത് തരുൺ മൂർത്തി എന്ന ചെറുപ്പക്കാരൻ. ആ തരുൺ മൂർത്തിയുടെ പുതിയ സിനിമ തുടങ്ങി വെച്ചു. മോഹൻലാലാണ് നായകൻ. മോഹൻലാലിൻ്റെ 360ാമത്തെ സിനിമയാണെന്ന് ആലോചിക്കണം. ആ സിനിമയിലെ നായികയായിട്ടാണ് ശോഭനയെ വിളിച്ചിരിക്കുന്നത്. ശോഭന സമ്മതിച്ചു. ഇക്കാര്യം ശോഭന തന്നെയാണ് പരസ്യപ്പെടുത്തിയത്. അപ്പോൾ മോഹൻലാലും ശോഭനയും തമ്മിൽ നായികയും അഭിനയിക്കുന്ന 56ാമത്തെ സിനിമയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആലോചിക്കണം. ഒരുപക്ഷെ പ്രേംനസീറിനും ഷീലയ്ക്കും ശേഷം, അത് വലിയ നമ്പറുണ്ട്, അതിനുശേഷം ഈ കൂടുതൽ സിനിമകളിൽ നായകരും നായികയുമായിട്ട് അഭിനയിക്കുന്നത് മോഹൻലാലും ശോഭനയാണ് എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. അവർ തമ്മിൽ കുറേ നല്ല സിനിമകളെന്ന് പറഞ്ഞാൽ നമ്മുടെ കിടുക്കാച്ചി സിനിമകൾ എന്നൊക്കെ പറയും ഇല്ലേ? തേന്മാവിനും കൊമ്പത്ത് അടക്കമുള്ള കുറേ നല്ല സിനിമകൾ, മാമ്പഴക്കാലം അടക്കമുള്ള, ഇങ്ങനെ പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നതിനപ്പുറം കുറേ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ളവരാണെന്നായിരിക്കും. അങ്ങനെയുള്ളവർ 360ാമത്തെ ഈ സിനിമ മോഹൻലാൽ സിനിമയിൽ നായികയായി വരുമ്പോൾ, 56ാമത്തെ ജോഡിയായിട്ട് അവർ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ സംതിങ് ഡിഫറൻ്റ് ആയിരിക്കും ഈ സിനിമ എന്ന് പറയുന്നു. അപ്പോൾ ആ സിനിമയിൽ നായികയാകുമ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാൻ സ്വാഭാവികമായിട്ടും ശോഭനയ്ക്ക് കഴിയില്ല. കാരണം ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകാനും പറ്റില്ല. അപ്പോൾ തന്ത്രപരമായിട്ടാണ് ശോഭനയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മാറ്റി നിർത്തിയത്.
അതിന് കാരണക്കാരൻ പ്രത്യക്ഷത്തിൽ മോഹൻലാൽ ആണ് എന്ന് പറയുന്നത് ശരിയല്ല. ശോഭനയെ അഭിനയിക്കാൻ വിളിച്ചു. ശോഭനയ്ക്ക് വേണമെങ്കിൽ പറ്റില്ല, ഞാൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അഭിനയിക്കാം എന്ന് പറയാമായിരുന്നു. അങ്ങനെയും പറഞ്ഞില്ല. അപ്പം എന്തായാലും തനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ് വ്യംഗ്യം തരാണ് ശോഭനയും സൂചിപ്പിച്ചത്. കാരണം പ്രശസ്തമായ അന്താരാഷ്ട്ര പ്രശസ്തയായ നർത്തകി കൂടിയാണ് ശോഭന എന്നാലോചിക്കണം. തെരഞ്ഞെടുപ്പ് കാരണം ഇത്രയും തടം താഴ്ന്ന രീതിയിലുള്ള രാഷ്ട്രീയ കളി കളിക്കാൻ ശോഭനയെ ഇഷ്ടപ്പെടുന്ന പലരും ആഗ്രഹിച്ചില്ല എന്നാലോചിക്കണം. എന്തിനാണ് ശോഭനയെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു കളിക്ക് മുതിർന്നിട്ടുള്ളത്? പലരും പല പ്രഗത്ഭമതികളായ നടികൾ, വിവരമുള്ള നടികൾ, രാഷ്ട്രീയം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പല നടികളും രാഷ്ട്രീയ പ്രചരണത്തിന് ഇവിടെ വന്നിട്ടില്ല. അതിൽ നമ്പർ 1 ഞാൻ കണ്ടത് സുഹാസിനി തന്നെയാണെന്ന് ആലോചിക്കണം. സുഹാസിനിക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട്. രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായവും പറയാറുണ്ട്. മാത്രമല്ല അവരുടെ മകൻ CPM-ൻ്റെ സമുന്നതനായ യുവ നേതാവാണെന്നാണ് കൂടി ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സുഹാസിനി പോലും ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സജീവമായി വന്നിട്ടില്ല എന്നാലോചിക്കണം. അത് ബുദ്ധിപൂർവമാണ് അവർ പറയുന്നതും പ്രവൃത്തിയും. അങ്ങനെ ചില ബുദ്ധിപൂർവമായ നീക്കങ്ങൾ ശോഭനയ്ക്ക് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് പ്രചരണത്തിന് പോയതിൻ്റെ പേരിൽ ശോഭന കുറ്റബോധത്തോടെ തല താഴ്ത്തുന്നുണ്ടായിരിക്കാം എന്ന് പറയുന്നവരും കുഴപ്പമില്ല. പോയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല. മുൻപ് ഇവിടെ നമ്മുടെ അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ, മലയാളത്തിന് ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ടുപോയ ചെമ്മീൻ സംവിധാനം രാമു കാര്യാട്ട്, കമ്മ്യൂണിസ്റ്റുകാരനായ രാമു കാര്യാട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ സിനിമാ ലോകം മൊത്തം, അതായത് ഷീലയും പ്രേംനസീറും അടക്കമുള്ള ഒരു വലിയ കൂട്ടം തന്നെ ഇവിടെ രാമു കാര്യാട്ടിന് വേണ്ടി പ്രചരണത്തിന് വന്നു എന്നാലോചിക്കണം. പ്രചരണത്തിന് വന്ന് തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. മൃഗീയ ഭൂരിപക്ഷത്തോടെ രാമു കാര്യാട്ട് വിജയിക്കുമെന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ വോട്ടെണ്ണിയപ്പോഴോ കെട്ടിവെച്ച കാശ് പോയി എന്നുള്ളൊരു ചരിത്രമാണ്. അതുകൊണ്ട് സിനിമാ താരങ്ങൾ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും കേരളത്തിലുണ്ടാകാൻ പോകുന്നില്ല. സിനിമാ താരങ്ങൾ സ്ഥാനാർത്ഥികളായതുകൊണ്ട് വലിയ വിപ്ലവമൊന്നും ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുണ്ടെങ്കിലേ കുറച്ചുകൂടി വിജയ സാധ്യത ഉണ്ടാകൂ എന്ന് ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതാണ്. അത്തരം രീതികളിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയം, ഈ കേരളം രാഷ്ട്രീയത്തെ കാണുന്നത്. KB ഗണേഷ് കുമാർ പാർട്ടിയുടെ പേരിലാണ് ഇവിടെ MLA ആയതും മന്ത്രിയായതും. മുകേഷ് ഇവിടെ CPM-ൻ്റെ LDF-ൻ്റെ പേരിലാണ് മത്സരിച്ചതും ജയിച്ച് MLA ആയതും ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കും എന്നാലോചിക്കണം. BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് സുരേഷ് ഗോപി മത്സരിക്കുന്നത്. പക്ഷേ ഇതുവരെ ജയിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് രാജ്യസഭ MP ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെയുള്ള കാലാവസ്ഥയിൽ കേരളത്തിൽ നല്ല രാഷ്ട്രീയം കളിച്ചാലേ ഭാവി ഉണ്ടാവൂ. നല്ല രാഷ്ട്രീയമാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ശോഭനയെ പോലുള്ള കലാകാരികൾ ഒരിക്കലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിന്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങരുത്. നിങ്ങൾക്ക് യുക്തമായ രീതിയിൽ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാം. അതിൽ ശ്രദ്ധിക്കുക. നല്ല നർത്തകി എന്ന നിലയിൽ പേരെടുക്കുക, നടി എന്ന നിലയിൽ പേരെടുക്കുക. വേണമെങ്കിൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് സജീവമാകാം. ആ രീതിയിലേക്ക് ഈ നല്ല നടിയുടെ ചിന്തകളും പ്രവൃത്തികളും മുന്നോട്ട് നയിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.